പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, IPC പുതുപ്പള്ളി സെൻറ്ററിൻ്റെ PYPAയുടെ ആഭിമുഖ്യത്തിൽ ദൈവമേ ഈ ഇമ്പാക്റ്റ് പ്രോഗ്രാമിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം മണർകാട് IPC ഹെബ്രോൻ ചർച്ചിൽ നിന്ന് അടിയങ്ങൾ ഇന്ന് കൂടി വന്നിരിക്കുന്നു. തിരുമേനിയുടെ തിരുസാന്നിധ്യം ഈ ശുശ്രൂഷയിലുടനീളമുണ്ടായിരിക്കണമേ. സാധുക്കളായ അടിയങ്ങളെ കരുണയിൽ ഓർക്കുകയും അടിയങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ കൃപ തരണമേ. ഇതിൽ പങ്കാളികളാകുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ തിരുനാമം ഇതിലൂടെ ഉയർത്തപ്പെടണമേ. ഇത് കാണുന്നവർ അനുഗ്രഹിക്കപ്പെടണം, നിത്യരാജ്യത്തോടടുക്കണം, ആത്മീക വർദ്ധനവിന് കാരണമാക്കണം. എല്ലാറ്റിലൂടെയും അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയായി കഴിക്കുന്ന അപേക്ഷ കേട്ട് ഉത്തരമരുളണമേ നല്ല പിതാവേ, ആമേൻ. ഇന്ന് ഇവിടെ നടത്തുന്നതായ IPC പുതുപ്പള്ളി സെൻറ്ററിൻ്റെ PYPAയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഇമ്പാക്റ്റ് പ്രോഗ്രാമിൽ മണർകാട് ഹെബ്രോൻ ചർച്ചിൽ നിന്ന് ഇന്ന് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രോഗ്രാമായിട്ട് ഒരു ഗ്രൂപ്പ് സോങ്.
അടുത്ത പ്രോഗ്രാം സങ്കീർത്തന വായന. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 130. യഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നിൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കുന്നു. ആമേൻ. അടുത്ത പ്രോഗ്രാം പുസ്തകക്രമം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പഴയ നിയമങ്ങൾ: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ, ഓശയ്യ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മിക്ക, നഹും, ഹബക്കുക്ക്, സെഫന്യാവ്, ഹഗായ്, സെഗര്യാവ്, മലാക്കി. പുതിയ നിയമങ്ങൾ: മത്തായി, മർക്കോസ്, ലുക്കോസ്, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തികൾ, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലീസിയർ, 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തിമത്തിയോസ്, 2 തിമത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, എബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, വെളിപ്പാട്. താങ്ക് യു. അടുത്തതായി നമുക്ക് ഒരു ഭാവന ശ്രദ്ധിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പത്രോസിൻ്റെ കത്ത്. ഫ്രം ഷിമോൻ പത്രോസ്, പർദീസ പിയോ, സ്വർഗം. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ താമസം വിന മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഏകദേശം 2 സഹസ്രാബ്ദമായി ഞാനിവിടെ പർദീസയിൽ എൻ്റെ ഗുരുവായ യേശുവിനെ നിരന്തരം കണ്ടുകൊണ്ട് ആരാധിച്ചു വരികയാണ്. ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഗലീല കടൽപ്പുറത്ത് എൻ്റെ സഹോദരനായ അന്ത്രയോസിനോട് കൂടി മീൻ പിടിക്കുന്ന സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായത്. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു ഞങ്ങളെ ആഹ്വാനം ചെയ്തു. ഉടനെ വല വിട്ട് ഞാൻ എൻ്റെ സഹോദരനോട് കൂടി യേശുവിനെ അനുഗമിച്ചു. അങ്ങനെ ഞാൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായി തീർന്നു. ആരംഭശൂരത്വം എൻ്റെ ബലഹീനതയായിരുന്നു. അതൊക്കെ പലപ്പോഴും നിരാശയിലേക്ക് വഴി നടത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയാണ്. ഒരു ദിവസം യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് യേശുവാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനും കടലിന്മേൽ നടക്കുവാൻ അനുവാദം ചോദിച്ചു. വരിക എന്ന് യേശു പറഞ്ഞതനുസരിച്ച് ഞാൻ കടലിന്മേൽ നടക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുവാൻ തുടങ്ങി. കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചു. ഉടനെ യേശു കൈ നീട്ടി എന്നെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. പെട്ടെന്ന് എൻ്റെ ഭയവും ഭീതിയും എന്നെ വിട്ടുമാറി. യേശുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ തലേന്ന് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. കൂട്ടത്തിൽ ശിഷ്യന്മാരായ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. തോട്ടത്തിൽ വെച്ച് യേശു വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സുഖമായി ഉറങ്ങി. മറുരൂപമലയിൽ വെച്ച് യേശു തേജസ്കരിക്കപ്പെട്ടപ്പോൾ തൻ്റെ മുഖശോഭ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞങ്ങൾ യഥാർത്ഥമായി സ്വർഗത്തിലാണോ എന്ന് തോന്നിയ സമയം. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും എങ്കിലിടറും എന്ന് യേശു പറഞ്ഞു. എന്നാൽ എല്ലാവരും ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഞാൻ എൻ്റെ ഗുരുവിനോട് വീരവാദം മുഴക്കി. ഇന്ന് പ്രഭാതത്തിൽ കോഴി കൂകും മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശു എന്നോട് പറഞ്ഞു. എന്നാൽ ചില മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ യേശു പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ കുറ്റമോർത്ത് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ എൻ്റെ യേശു എൻ്റെ പാപം ക്ഷമിച്ചു തന്നു.
യേശുവിനെ ക്രൂശിൽ തറച്ച് അവൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ദുഃഖിതനും നിരാശനുമായി തീർന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊരു തോന്നൽ എന്നെ ഭരിക്കുവാൻ തുടങ്ങി. കീറിപ്പറഞ്ഞ് പഴയ വല തപ്പിയെടുത്ത് അതിൻ്റെ കേടുപാടുകൾ നീക്കി പഴയ പണിയായ മീൻപിടുത്തം വീണ്ടും ആരംഭിക്കണം എന്ന് തീരുമാനിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരത്തി മറിയയും യേശുവിൻ്റെ അമ്മ മറിയയും യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോയി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത ഞങ്ങളെ അറിയിച്ചപ്പോൾ വീണ്ടും ഞാൻ തത്രപ്പെട്ട് കല്ലറയ്ക്കലെത്തി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ പലവട്ടം കണ്ടു. ശിഷ്യന്മാരിൽ ഒന്നാമനെന്ന് ഞാൻ സ്വയം അവകാശപ്പെട്ടു. എങ്കിലും യേശു കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനെയായിരുന്നു, യോഹന്നാൻ യേശുവിനെയും. എൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ യേശു യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് മറുപടി പറഞ്ഞു. എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാകാം യേശു വീണ്ടും എന്നോട് ആവർത്തിച്ചത്. ഞാൻ ദുഃഖിതനായി തീർന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് എനിക്ക് മനസ്സിലായി. പെന്തക്കോസ്ത് നാളിൽ ഉയരത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ ശക്തി ലഭിച്ചപ്പോൾ സ്വർഗരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നിരക്ഷരകുക്ഷിയായിരുന്ന ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ തുടങ്ങി. രോഗികൾ സൗഖ്യമായി, മരിച്ചവർ ഉയർത്തു. പലപ്പോഴും ഈ മാർഗം നിമിത്തം കഷ്ടവും പീഡയും സഹിച്ചു. കഷ്ടതയുടെ നടുവിലും യേശുവിന് വേണ്ടി നിലകൊണ്ടതിനാൽ കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി സ്വർഗത്തിൽ നിത്യം കർത്താവിൻ്റെ മുഖം കണ്ട് നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നു. എത്രയും വേഗം നമുക്ക് സ്വർഗരാജ്യത്തിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. മാറാനാഥ. ക്രിസ്തുവിൽ എളിയ സഹോദരൻ ഷീമോൻ പത്രോസ്. നന്ദി. അടുത്തതായി നമുക്ക് ഒരു മനപ്പാഠ വേദഭാഗം കേൾക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചുല്ലുമെന്ന കയത്താടം മാത്രമേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനം ഗ്രഹിച്ചാലും മലകളെ നീക്കത്തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, ഐക്യമയം നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴും അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശിശുമ്പോൾ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായത് അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുത് സ്നേഹം തന്നെ. താങ്ക് യു. അടുത്തതായി നമുക്ക് ഒരു സോളോ കേൾക്കാം.
അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ പ്രസംഗം കേൾക്കാം. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഈ വാക്യങ്ങളിൽ നമുക്ക് 2 വ്യക്തികളുടെ മറുപടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇയ്യോബിൻ്റെ കഷ്ടതയുടെ സമയത്ത് ഇയ്യോബിൻ്റെ ഭാര്യ ആവട്ടെ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ദൈവത്തെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഇയ്യോബ് ആവട്ടെ വളരെ വിനയത്തോടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സഹിഷ്ണുത ഇയ്യോബിന് എങ്ങനെ ലഭിച്ചുവെന്നും അത് നമുക്ക് എങ്ങനെ പ്രാപിക്കാമെന്നുമാണ് നാം ഇന്ന് നോക്കുവാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത്, ഇയ്യോബിൻ്റെ കഷ്ടതയുടെ മുമ്പുള്ള അവസ്ഥ. മഹാസമ്പന്നനും ജനനേതാവും പ്രശസ്തനുമൊക്കെയായിരുന്നു ഇയ്യോബ്. എങ്കിലും ഈ സമ്പത്തും പ്രശസ്തിയൊന്നും അവൻ്റെ ദൈവഭക്തിക്ക് ഒരു കുറവ് വരുത്തിയില്ല. എങ്കിലും ഈ സമ്പത്തും പ്രശസ്തിയെല്ലാം വളരെ പെട്ടെന്നാണ് അവസാനിച്ചത്. എല്ലാം നാമാവശേഷമായി മാറി എന്ന് നമുക്കറിയാം. രണ്ടാമതായിട്ട്, കഷ്ടതയോടുള്ള ഇയ്യോബിൻ്റെ പ്രതികരണം. സമ്പത്ത് നൽകുന്ന ദൈവമാണ് എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് അതിന് നഷ്ടവും ഒരു പ്രശ്നമല്ല. ഇയ്യോബിൻ്റെ നഷ്ടത്തിൻ്റെ ഗൗരവം നോക്കിയാൽ 7000 ആട്, 3000 ഒട്ടകം, 1000 കാള, 500 പെൺകഴുത, 7 പുത്രന്മാർ, 3 പുത്രിമാർ, ദാസീദാസന്മാർ മുതലായവ ഇയ്യോബിന് നഷ്ടമായി. കൂടാതെ അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിച്ചു. കൂട്ടുകാരുടെയും ഭാര്യയുടെയൊക്കെ നിന്ദാവാക്കുകൾ എന്നിവയ്ക്ക് ഉണ്ടായിട്ടും ഇയ്യോബ് അതിലൊന്നും പതറിയില്ല. അതിനെല്ലാം അതിജീവിച്ചതായിട്ടാണ് നാം കാണുന്നത്. അവൻ്റെ വായിൽ നിന്ദാവാക്കുകൾ വന്ന് നിറഞ്ഞില്ല എന്നാണ് നാം വായിച്ചത്. ഈ ഒരു സഹിഷ്ണുത ഇയ്യോബിന് എങ്ങനെ ലഭിച്ചുവെന്നും അത് നമുക്കെങ്ങനെ പ്രാപിക്കാമെന്നും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ, ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചു. ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് അവനറിയാതെ നമ്മുടെ ജീവിതത്തിലൊന്നും നടക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും. ഇയ്യോബിന് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇയ്യോബ് സകലവും ദൈവത്തിൽ പരമേൽപ്പിച്ചിരുന്നു. സാഹചര്യങ്ങളല്ല ദൈവമാണ് തന്നെ നിയന്ത്രിക്കുന്നതെന്ന് ഇയ്യോബ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം നമുക്കും വേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചു. തൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചപ്പോഴും ഇയ്യോബ് തന്നെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല ചെയ്തത്. പകരം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്തത്. രോഗവും ദുഃഖവും പ്രയാസവും ഒക്കെ ഈ ലോകത്ത് സ്വാഭാവികവും ശാശ്വതവുമൊക്കെയാണെന്നും എങ്കിലും ദൈവമായിട്ടുള്ള വാസം നിത്യമാണെന്നും ഉറപ്പുള്ള ഒരാൾക്ക് ഇവിടുത്തെ കഷ്ടവും നഷ്ടവും ഒന്നും ഒരു പ്രശ്നമല്ല. സാഹചര്യങ്ങളല്ല ദൈവമാണ് തന്നെ നിയന്ത്രിക്കുന്നതെന്ന് ഇയ്യോബ് വിശ്വസിച്ചിരുന്നു. ഇനി മൂന്നാമതായിട്ട്, തൻ്റെ അറിവില്ലായ്മ ഇയ്യോബ് അംഗീകരിച്ചു.
തന്നിലേക്ക് തന്നെ നോക്കി തൻ്റെ കഷ്ടത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ കണ്ടെത്തുവാൻ ശ്രമിക്കാതെ ഇയ്യോബ് തന്നെ താഴ്ത്തി തൻ്റെ ഒന്നുമില്ലായ്മ അംഗീകരിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് ചെയ്തത്. പ്രിയ സഹോദരന്മാരെ, നമ്മളും കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വളരെ ധൈര്യത്തോടെ പ്രത്യാശയോടെ അതിനെയൊക്കെ നേരിടുവാനുള്ള കൃപ ദൈവത്തിൽ നിന്നും ഇയ്യോബ് പ്രാപിച്ചു അല്ല പ്രാപിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നമുക്ക് ഒരു ചെറുകഥ ശ്രദ്ധിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ 2 കുടങ്ങളെക്കുറിച്ചിട്ടാണ്. ഒരിടത്തൊരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് 2 കുടങ്ങളുണ്ടായിരുന്നു. അതിലൊരു കുടം പൊട്ടിയതും ഒരെണ്ണം പൊട്ടാത്തതുമായിരുന്നു. എല്ലാ ദിവസവും ഈ കർഷകൻ ഈ 2 കുടങ്ങളെയും കൊണ്ടുപോയി വെള്ളം നിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തോട് പറഞ്ഞു, അല്ലയോ പൊട്ടിയ കുടമേ, നിന്നെക്കൊണ്ട് യജമാനൻ എന്താ ഗുണം? നീ യജമാനൻ നിറയ്ക്കുന്ന വെള്ളം മുഴുവനും കളയും, വീട്ടിലേക്ക് വരുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ബാക്കി വെക്കാറില്ല. അധികം നാൾ വൈകാതെ തന്നെ യജമാനൻ നിന്നെ മാറ്റി വേറൊന്നിനെ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൊട്ടിയ കുടത്തിന് വളരെയധികം സങ്കടമായി. അപ്പം ഈ പൊട്ടിയ കുടം പിറ്റേ ദിവസം യജമാനനോട് ചോദിച്ചു, യജമാന, നീ എന്തിനാണ് എന്നെക്കൊണ്ടിങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ യജമാനൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അന്നേരം പൊട്ടിയ കുടം പറഞ്ഞു, ഞാൻ നീ നിറയ്ക്കുന്ന വെള്ളം മുഴുവൻ പാഴാക്കി കളയാണ്. നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ബാക്കി വെക്കാറില്ല. നിനക്ക് എന്നെ മാറ്റി മറ്റൊന്നിനെ വാങ്ങിക്കൂടെ എന്ന് യജമാനനോട് ഈ പൊട്ടിയ കുടം ചോദിച്ചു. അപ്പം യജമാനൻ പുഞ്ചിരിച്ചുകൊണ്ട് ഈ പൊട്ടിയ കുടത്തോട് പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്ക് ഉപകാരമില്ലെന്ന് ആരാ പറഞ്ഞേ? നീ പുറത്തോട്ട് നോക്കിക്കേ, ഇവിടെ നിൽക്കുന്ന ചെടികളിലെ പൂകളും കാകളും എല്ലാം നോക്കിക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് യജമാനൻ പറഞ്ഞു, ഇതെല്ലാം ഇത്രയും വളർത്തിയെടുക്കാനുള്ള വെള്ളം നൽകിയത് നീയാണ്. നിന്നിൽ നിന്നൊഴുകിയ വെള്ളമാണ് ഇതിനെ വളരുവാനായിട്ട് സഹായിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളിലുള്ള കഴിവുകൾ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ നാം കണ്ടുപിടിച്ച് അതിനെ നാം ദൈവമഹത്വത്തിനായി ഉപയോഗിക്കണം. മറ്റുള്ളവർ നമ്മളിൽ കുറേ കുറവുകൾ കാണിക്കുമ്പോൾ അതിലോർത്ത് ദുഃഖിച്ചിരിക്കാതെ നമ്മളിലുള്ള ഗുണങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അത് ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. Greetings to all in the mighty name of Jesus Christ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സങ്കീർത്തന വായനയാണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമ്മൾ കൊച്ചിലെ തൊട്ട് കേട്ടിട്ടുള്ളൊരു സങ്കീർത്തനം 23. പക്ഷേ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക്, എൻ്റെ എന്നുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മുടെ പേരവിടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അതായത് എൻ്റെ പേര് പ്രതിഭ. അപ്പം എൻ്റെ പേര് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ വായിച്ചേൽപ്പിക്കാം. യഹോവ പ്രതിഭയുടെ ഇടയനാകുന്നു, പ്രതിഭയ്ക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഇങ്ങനെ വേണം ഇന്നത്തെ പ്രോഗ്രാമിന് വായിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സിസ്റ്റർ ജെസ്സിനെ ക്ഷണിക്കുന്നു ഈ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇരുപത്തിമൂന്നാം സങ്കീർത്തനം. യഹോവ ജസ്സിയുടെ ഇടയനാകുന്നു, ജസ്സിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ ജസ്സിയെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് ജസ്സിയെ നടത്തുന്നു. ജസ്സിയുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം ജസ്സിയെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ജസ്സി ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ ജസ്സിയോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും ജസ്സിയെ ആശ്വസിപ്പിക്കുന്നു. ജസ്സിയുടെ ശത്രുക്കൾ കാണുകെ നീ ജസ്സിക്ക് വിരുന്നൊരുക്കുന്നു. ജസ്സിയുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ജസ്സിയുടെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ജസ്സിയുടെ ആയുഷ്കാലത്തൊക്കെയും ജസ്സിയെ പിന്തുടരും. ജസ്സി യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു തെറ്റും കൂടാതെ വളരെ മനോഹരമായിട്ട് പേര് കൃത്യമായിട്ട് ഉപയോഗിച്ച് പറഞ്ഞു സിസ്റ്റർ ജെസ്സി. താങ്ക് യു. അടുത്തതായിട്ട് ഈ ചാലഞ്ചിന് വേണ്ടിയിട്ട് ബ്രദർ ആഷിഖിനെ ക്ഷണിക്കുന്നു. സങ്കീർത്തനങ്ങൾ 21. യഹോവ ആഷിക്കിൻ്റെ ഇടയനാകുന്നു, ആഷിക്കിന് മുട്ടുണ്ടാകിയില്ല. പച്ചയ പുൽപ്പുറങ്ങളിൽ അവൻ ആഷിക്കിനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ആഷിക്കിനെ നടത്തുന്നു. ആഷിക്കിൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു,
തിരുനാമം നിമിത്തം ആഷിക്കിനെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ആഷിക്ക് ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ ആഷിക്കിനോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും ആഷിക്കിനെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ കുഴപ്പമൊന്നുമില്ല. സോ ഇത് നമ്മൾ കേൾക്കുമ്പം സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാം. എനിവേസ് ഗുഡ് ട്രൈ ആഷിഖ്. അടുത്തതായിട്ട് നമുക്ക് സിസ്റ്റർ ജോമീനെ ക്ഷണിക്കാം. യഹോവ ജോമിയുടെ ഇടയനാകുന്നു, ജോമിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പരങ്ങളിൽ അവൻ ജോമിയെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ജോമിയെ നടത്തുന്നു. ജോമിയുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം ജോമിയെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ജോമി ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ ജോമിയോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും ജോമിയെ ആശ്വസിപ്പിക്കുന്നു. ജോമിയുടെ ശത്രുക്കൾ കാണുകെ നീ ജോമിക്ക് വിരുന്നൊരുക്കുന്നു. ജോമിയുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ജോമിയുടെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും ജോമിയുടെ ആയുഷ്കാലമൊക്കെയും ജോമിയെ പിന്തുടരും. ജോമി യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. താങ്ക് യു. വളരെ നന്നായിട്ട് സിസ്റ്റർ ജോബിയും പറഞ്ഞത്. ഇടയ്ക്ക് ഒരു ചെറിയ തപ്പലുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ വളരെ കെയർഫുള്ളായിട്ട് നന്നായിട്ടാണ് വായിച്ചത് ഇവിടെ വന്ന എല്ലാവരും. നമ്മളും ഇതുപോലെ ആയിരിക്കണം. വചനം എടുക്കുമ്പം ഐ, എൻ്റെ, എനിക്ക്, ഇംഗ്ലീഷിൽ ഐ എന്നൊക്കെ വരുമ്പം നമ്മുടെ പേര് അവിടെ ഇട്ട് കൊടുത്തിട്ട് വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുകൊണ്ട് വേണം വായിക്കാൻ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി താങ്ക് യു പറയുന്നു. താങ്ക് യു. അടുത്തതായി നമുക്ക് ഒരു ഗ്രൂപ്പ് സോങ് ശ്രവിക്കാം.
ദൈവത്തിന് മഹത്വം. അവസാനമായി പ്രിയ സഹോദരൻ സോജു കെ ജേക്കബ് ഇപ്പോൾ പ്രാർത്ഥിച്ച് IPC പുതുപ്പള്ളി സെൻറ്റർ PYPA കണ്ടക്ട് ചെയ്ത ഇമ്പാക്ട് പ്രോഗ്രാം മണർകാട് IPC ഹെബ്രോൺ ചർച്ചിൻ്റെ അവസാനിക്കുന്നു. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കുവാൻ ദൈവോട് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ മണർകാട് ഹെബ്രോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവം ഇപ്രകാരം ഒരു പ്രോഗ്രാം നടത്തുവാൻ ദൈവോടൊന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പ്രോഗ്രാം ഏറ്റ പ്രിയപ്പെട്ടവർക്കുകയും അത് മനോഹരമായി ചെയ്യുവാൻ ദൈവോടൊന്ന് കൃപ നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചെയ്തതായ പ്രോഗ്രാമുകളൊക്കെയും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ദൈവോടൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രോഗ്രാം ഏറ്റ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവരെ ദൈവോടൊന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപയാൽ ദൈവോടൊന്ന് വീണ്ടും നിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവരെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുകയാണ്. ദൈവമേ, ദൈവോടൊന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ആ സഭ ദൈവമേ ഞങ്ങളുടെ സെൻറ്ററിന് ഒരനുഗ്രഹമായി തീരുവാൻ വീണ്ടും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ ദൈവോടൊന്ന് കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു മുഖാന്തരം ദൈവമേ സെൻറ്റർ PYPക്ക് നടത്തുവാൻ ദൈവോടൊന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ PYPയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവോടൊന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതുപോലെയുള്ള പുതിയ പ്രോഗ്രാമുകളൊക്കെയും പ്രിയപ്പെട്ടവർക്ക് ചെയ്യുവാനുള്ള കൃപ അവിടെ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ PYPയുടെ പ്രവർത്തനം ഞങ്ങളുടെ സെൻറ്ററിന് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവോടൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരു ആശ്രയം ഏൽപ്പിക്കുകയാണ്. ദൈവമേ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവോടൊന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരോടൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ കൂടി സംസാരിക്കാൻ പ്രിയദാസനെ ദൈവോടൊന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ദൈവോടൊന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതെല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ദൈവോടൊന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ.